എല്ലാവരും ഫോട്ടോ എടുത്ത് സ്റ്റോളിൽ ഒപ്പിട്ടല്ല. ഇനി എല്ലാവരും പണിസ്ഥലത്തേക്ക് പോയി പെണ്ണുങ്ങളെ. ബാലധിക ചേച്ചി, നമുക്ക് പോവാം. പയ്യെ പയ്യെ അങ്ങോട്ട് നടക്കാം. കവിതേ, നിൻ്റെ കൂടെ എനിക്ക് ഇന്നലെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചു, നീ ഇന്നലെ എന്തടി വരാത്തത്? അത് ചേച്ചി ഒന്നും പറയണ്ട. ഇന്നലെ ഞാൻ പിള്ളേയും കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു. പോയിട്ട് പിന്നെ എന്തരായി? ഡോക്ടർ എന്തൊരു പറഞ്ഞേ? ഒന്നും പറയണ്ട ചേച്ചി, കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ആ കാര്യമൊക്കെ നമുക്ക് പണി സൈറ്റിൽ വന്നിരുന്നിട്ട് പറയാം. എന്തൊരു പിള്ളേരെ, നിങ്ങൾക്ക് എത്ര കാര്യം രഹസ്യം പറയാതിരിക്കണേ? ഒരു എപ്പോഴും നോക്കിയാലും കുശുപ്പി തന്നെ. എടി പെട്ടെന്ന് പണി ചെയ്യടി, അടുത്തിനി നമുക്ക് ഉച്ചയ്ക്ക് ചോറിനുണ്ടേ. ചോറിൻ്റെ കൂടി എന്തൊരു കൂട്ടായി? ഞാനിന്ന് കൂട്ടാനൊന്നും വച്ചില്ല. ഇന്നലത്തെ മീൻ അല്പം ഉണ്ടായിരുന്നു, അതിനെ അങ്ങ് ചൂടാക്കി എടുത്തു. പിന്നെ ഒരു കറിയും വെച്ചു, ഒരു തോരനും വെച്ചു, ഒരു അച്ചാറും ഉണ്ട്. അതൊക്കെ മതിയെന്നേ. എടി കലച്ചേച്ചി, നീ എന്തരടി പണി ചെയ്യണ സമയത്ത് അവിടെ കിടന്ന് തപ്പിക്കൊണ്ട് കിടക്കണത്? ആഞ്ഞങ്ങോട്ട് വെട്ടടി. രാവിലെ എന്തൊന്നും കഴിച്ചില്ലേ? ഉഷാറോടെ അങ്ങോട്ട് വെട്ട്. അയ്യോ, അതാ മാറ്റ് പറഞ്ഞു, മാറ്റ്. എപ്പോഴും പണി സമയത്ത് വായിട്ട് അലച്ചുകൊണ്ടിരിക്കും. ഇത് എന്തൊരു പെണ്ണുങ്ങൾ! അവിടെ റെസ്റ്റ് എടുത്ത് ഇരിക്കുമ്പോഴും വർത്താനം തന്നെ. നിങ്ങളെ വാൾക്ക് ഒരു റെസ്റ്റും ഇല്ലേ? എപ്പോഴും തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാ ഒരു സമയത്തെങ്കിലും അടഞ്ഞിരിക്കട്ടെന്ന് വിചാരിച്ചാണ് ഉച്ചയ്ക്ക് 1 മണിക്കൂർ റെസ്റ്റ് തരണത്. ആ റെസ്റ്റ് സമയത്തും ചെവിയടച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ എന്തരാണ്? ലതിക ചേച്ചി, ഇന്ന് എന്ത് മീനാ ചേച്ചി വെച്ചത്? മത്തിച്ചാളയാ. ചെറുക്കൻ വന്നടി, കുറച്ചെടുത്തു കറി വെച്ചു, ബാക്കി ഞാൻ പൊരിച്ചു. അല്ല കവിത, നീ ഇപ്പോൾ ഉണങ്ങി കരുവാട് പോലെ ആയല്ലോ. ഒരുമാതിരി അയല കരുവാട്, കരിഞ്ഞതുപോലെ. അയല വറുത്തതുപോലെ, കറുത്തു കരുവാട് പോലെ. നീ പിന്നെ അങ്ങ് നെയ്മീൻ പോലെ അല്ലേ ഇരിക്കണത്. ലതിക ചേച്ചി, ഞാനൊരു രഹസ്യം പറയട്ടാ. ഇന്നലെ രാത്രിയിലാണെങ്കിൽ അങ്ങ് അപ്പുറത്തെ ചങ്ങേലെ ചന്ദ്രൻ്റെ വീട്ടിലൊരു വിളി കേട്ടു. നമ്മളെല്ലാവരും കൂടെ രാത്രി എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര നിലവിളിയാണ്. ഈ നിലവിളി കേട്ട് എന്താണെന്ന് അന്വേഷിച്ച് പിറ്റേന്ന് ദിവസം രാവിലെ അല്ലേ ഞങ്ങൾ അറിയുന്നത് കാര്യം. ഇന്നലെ ആരോ ചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിൽ മതിൽ ചാടിയെന്ന്. ചന്ദ്രൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വിളിച്ചു പറഞ്ഞ് ചന്ദ്രൻ ചേട്ടൻ ഇന്നലെ അങ്ങ് വീട്ടിൽ പോയില്ലായിരുന്നോ? അപ്പോൾ ചേച്ചി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ചന്ദ്രൻ ചേട്ടൻ ഇന്നലെ വരൂലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചന്ദ്രൻ ചേട്ടൻ വന്നു. അപ്പോൾ എന്തോ വശപ്പശ കൊണ്ടല്ലോടി. അങ്ങനെ തന്നെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എന്തൊരു പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഒരിക്കലും കാര്യങ്ങൾ പറഞ്ഞ് കൊതി നുണയും പറഞ്ഞ് തീരൂലേ? പെട്ടെന്ന് പണികൾ ചെയ്യും പെണ്ണുങ്ങളെ. ഇങ്ങനെ ഒരു സാധനം 5 മിനിറ്റ് സംസാരിക്കണ കണ്ട അപ്പം തുടങ്ങും. മാറ്റാണ് പോലും. മാറ്റ്. ഇത് മാറ്റല്ല, അത്തര മാറ്റാ. കവിതേ, ഞാൻ ഒരു രഹസ്യം പറയാം. സംസാരിക്കാതെ പെട്ടെന്ന് ജോലികൾ ഒതുക്കി. മഴ വരണം. എന്തോന്ന് ചേച്ചി രഹസ്യം ഒന്ന് പറഞ്ഞത്? പറ, കേക്കട്ട്. നിന്റെ മോൻ്റെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞോ? എൻ്റെ മോൻ എന്തൊരു വിശേഷമായിരിക്കും അറിയാൻ ഇത്രയ്ക്ക് പറയാനേ? നിന്റെ മോനെ പോലെയല്ല എൻ്റെ മോൻ. പഞ്ചായത്തിൽ ഇതുപോലൊരു ചെറുക്കനില്ലെന്നാ ആൾക്കാർ പറയണം. എൻ്റെ മോന് 101 പവൻ്റെ സ്വർണ്ണം ഇട്ടേ ഞാൻ പെണ്ണ് കെട്ടിക്കൂ. നല്ല കുടുംബത്തിന് നല്ല സ്ത്രീധനം വാങ്ങിച്ചേ ഞാൻ കെട്ടിക്കുള്ളൂ എൻ്റെ മോനെ. കാരണേ അവനേ ഉള്ളൂ നമ്മളെ ഇനി നോക്കാൻ. നീ ഇങ്ങനെ സ്ത്രീധനത്തിൻ്റെ കണക്കും പറഞ്ഞ് ഇരുന്ന് ചെറുക്കനെ മൂക്കി പല്ല് കളിക്കുമ്പോഴെങ്കിലും പെണ്ണ് കിട്ടൂല. നീ ചെറുക്കനെ നേരത്തെയും കാലത്തിനും പെണ്ണ് കെട്ടിക്കാനുള്ള വഴി നോക്ക്. നല്ല സ്വഭാവ ഗുണവും നല്ല മനസ്സുമുള്ളവർ നിങ്ങളെയും കൂടെ നോക്കാനുള്ള ഒരു പെൺകുച്ചിനെ നിങ്ങൾ നോക്കൂ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ദാഹിച്ച വെള്ളം കിട്ടും വയസ്സാകാലത്ത്. അങ്ങനെ വല്ലതും നോക്ക്. അല്ല ചെക്കന് സീതനം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ചെറുക്കന് വയസ്സങ്ങ് ഇപ്പം തന്നെ 10-32 വയസ്സായില്ലേ. പിന്നെ ചേച്ചി, ഞാൻ ഒരു രഹസ്യം കാര്യം അറിഞ്ഞ്. ചേച്ചിയുടെ വീടിൻ്റെ അങ്ങ് അപ്പുറത്ത് ശാരീര മോളെ, അവള് ആരാൻ്റെ കൂടെയൊക്കെ ഒളിച്ചോടി പോയെന്നാണ് പറഞ്ഞു കേൾക്കണത്. ഞാനും കേട്ട്. നിന്റെ മോൻ എവിടെ പോയെന്നാ നീ പറഞ്ഞേ? എൻ്റെ മോൻ ഇന്നലെ എറണാകുളത്ത് ജോലിക്ക് പോയൂ. എന്നാ നിന്റെ മോൻ്റെ കൂടിയാ അവൾ ഒളിച്ചോടി പോയത്.